ഈ കേരള കഫേയിലെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാലഘട്ടത്തിൽ സുരാജേട്ടൻ്റെ ഒരു മാറ്റമുണ്ട്. സുരാജേട്ടൻ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സംഗതിയുണ്ട്, ഒരു സ്റ്റാർഡമുണ്ട്. അതുവരെ എത്തുന്ന പുള്ളിയുടെ ഒരു മാനറിസത്തിൽ തന്നെ ഇല്ല വർത്തമാനത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അജുവിൻ്റെ കാര്യത്തിലും അജുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വർത്തമാനത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് അജു കുറച്ചുകൂടെ ഇപ്പോൾ അജു ധ്യാന് അങ്ങനെയൊക്കെ കോംബോ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ചുകൂടെ കാര്യഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരാളിലേക്ക് മാറിയതായിട്ട് അജു തന്നെ സ്വയം പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് വസന്തമാണ് എന്ന് പറയുന്നത് അതൊരു തരം ഒരു പ്രഖ്യാപനമാണ്. കാരണം എന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു ട്രോളും കൂടെ ഉണ്ട്. ട്രോളിൻ്റെ സ്വഭാവം ഉള്ളപ്പോഴും അതിലൊരു കാര്യഗൗരവമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയാൻ ഇഷ്ടം, ഇപ്പം നിങ്ങളിത് കേൾക്കൂ, ഇത് ഞാനാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷയുന്നുണ്ട്. ഈ മാറ്റം സിനിമയുടെ എടുക്കുന്ന കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അജു ന്യൂജനായിട്ട് അവതരിപ്പിച്ചതാണ് ഗഗനചാരിയിലെ വൈബ്. ആ പടം തന്നെ ഒരു പുതിയ ജനറേഷൻ സിനിമയാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ന്യൂ ജെൻ എന്ന് വിളിക്കാവുന്ന ജനറേഷന്. കാരണം സാങ്കേതികതയെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും നമുക്ക് പുതിയ, അതായത് പഴയ വഴികളില്ലാത്ത ഒരു പുതുമ തേടുന്നൊരു സാധനമാണ്. ആ വൈബിനെ അവതരിപ്പിക്കുന്ന സമയത്ത് അജു ചിലപ്പോൾ എഫർട്ട് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ടോട്ടാലിറ്റിയിൽ നമുക്ക് കിട്ടിയ ഒരു സുഖമുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ കുറേ കോമഡി ഉണ്ട്. അത് അങ്ങനെ തന്നെ വരുമെന്ന് അജുവിന് പ്ലാൻ ചെയ്യുമ്പോൾ അറിയായിരുന്നു. അരുൺ ചന്തു വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഒരു തരത്തിൽ സുഹൃത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ലേണിംഗ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് കരിയറിൽ. പുള്ളിയുടെ ഒരു എസ്തറ്റിക് സെൻസും പുള്ളിയുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ള ധാരണയും ഒക്കെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റർ ചെയ്യുമ്പം എൻ്റെ മുറിയിൽ താമസിച്ചിരുന്നതാണ്. അപ്പം സാജൻ ബേക്കറി ചെയ്തു, സായന വാർത്തകളിനെ അഭിനയിച്ചു, അങ്ങനെ ഗഗനചാരി വരെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതും പറഞ്ഞിട്ടുള്ള അവൻ്റെ ചില വട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വട്ടുകളുടെ ഫാനാണ് ഞാൻ. അപ്പം ഇതും അങ്ങനെ വന്നൊരു അവർ കോവിഡിൻ്റെ സമയത്ത് പ്ലാൻ ചെയ്ത് സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് പ്ലാൻ ചെയ്തൊരു ടീമാണ്. അരുൺ ചന്തും സായും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അവരവിടെ ചെയ്യുന്നുണ്ട്. ഞാനവിടെ ബോധറിയാതെ സാജൻ്റെ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒരു ക്യാരക്ടർ പുള്ളി ഏൽപ്പിക്കുമ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് പുള്ളിയിലുള്ളത്, എന്നെ നന്നായി അറിയാവുന്നതുണ്ട്, എൻ്റെ ചേഷ്ടകൾക്ക് പുള്ളിക്ക് നല്ല ധാരണയുണ്ട്, ഏത് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന്. ഗഗനചാരിയുടെ കേസിൽ ഞാൻ വൈബ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പുള്ളി പറയുന്നത് ചെയ്തു. അവൻ്റെ അടുത്ത് പിന്നെ ഞാൻ തർക്കിച്ചാലും ചെയ്യും. അത് അറിയാവുന്നത് കൊണ്ട് തർക്കിക്കും, ഞാൻ തർക്കിക്കും. എൻ്റെ തർക്കത്തിന് ന്യായമുണ്ടെങ്കിൽ അത് പുള്ളി എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയാണ്. ഇതിൽ വന്നപ്പോൾ എനിക്ക് ക്ലൂലെസ് ആണ് ഇതിൻ്റെ കാര്യം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇല്ലല്ലോ, ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ പോസ്റ്റിൽ VFXലും വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ടെറൈൻ ഭയങ്കര പരിചിതമല്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ അധികം സിനിമകൾ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇത് ഫ്യൂച്ചറാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു സിനിമ വ്യൂയിങ് ഓഡിയൻസിലോട്ട് കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണെന്നുള്ള ധാരണ ഇവരെ എനിക്ക് നന്നായി തന്നു. വിച്ച് വാസ് കൺവിൻസിങ്. എന്നാൽ അതിനോടൊപ്പം ഭാഗമാകുക, അതേ ഉള്ളൂ. പല സാധനങ്ങളും എനിക്ക് ഷൂട്ടിംഗ് അല്ല, പടം പിന്നെ കണ്ടപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാവാത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ റിസീവ് ചെയ്തിട്ട് ഈ നോൺ മലയാളി ഓഡിയൻസിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ഒക്കെ എന്നെ ഭയങ്കര അതിശയിപ്പിച്ചു. കേരളത്തിൽ അങ്ങനത്തെ ഒരു ബിഗ് ക്രൗഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. മിഥുൻ മാനുവൽ തോമസ് അവെഞ്ചേഴ്സിന് രാവിലെ 6 മണിക്ക് എന്തോ 5 മണിക്ക് എന്തോ ഫാൻ ഷോ കാണാൻ പോയിരുന്നു. ഞാൻ അങ്ങനത്തെ ഭയങ്കര രാവിലെ അങ്ങനെ പോയി കാണുന്ന ഒരാളല്ല. പക്ഷെ ആ ജോണർ സിനിമയ്ക്ക് ഈ ഇത്രയും ക്രൗഡും ഓഡിയൻസും ലവേഴ്സും ഉണ്ടെന്നുള്ളത് ഗഗനചാരിയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിലെ ഓഡിയൻസസ് നിന്ന്. അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇപ്പം ഞാൻ ചന്തുവിനോട് ഇതേപോലെ പറയുന്നത്, എനിക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലായില്ലെങ്കിലും നീ ചെയ്തെന്തോ വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലായി. കാര്യം സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പം ഞങ്ങളൊക്കെ തിയേറ്ററിൽ ഉള്ളു തുറന്ന് പൊട്ടിച്ചിരുന്ന ആണല്ലേ, ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ പുതുമയാണല്ലോ, പുതുമ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെയും കൂടെ ഒരു അഡ്രിനൽ റഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്കും രസമായിരുന്നു. എസ്തെറ്റിക്സിൽ നല്ല സെൻസ് ഉള്ള ആളാണ്. പിന്നെ ഞാൻ ബേസിക്കലി എന്നെ കാണുന്ന ടൂളാണ്. ഇപ്പം ഈ ചെയർ, ഈ ഒരു ഫ്രെയിമിൽ തരുന്ന പ്രോപ്പർട്ടി ഇൻ്റലിജൻസോ അല്ലെങ്കിൽ കോമൺ സെൻസോ ഉള്ളൊരു പ്രോപ്പർട്ടി. അതാണ് ഞാൻ എന്നെ കാണുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ വരുന്ന വ്യക്തിയായിട്ട്. ഇതിൽ നിന്ന് വ്യത്യാസമുള്ളത് ഒരു കോമൺ സെൻസ് ഉണ്ടാവാം, അല്ലേ?
അതേ ഉള്ളൂ. അല്ലാതെ ഒരു ഡയറക്ടറിന്റെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ഞാൻ എന്നെ കാണാറുള്ളൂ. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് കാല് പൊക്കി വെച്ചിട്ട് ഇനി ചേട്ടൻ കാല് പൊക്കി വെച്ചിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതല്ല ട്രോളാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ, ട്രോളരുത്. ഞാൻ ഇങ്ങനെ കാല് പൊക്കാൻ വന്ന പെട്ടെന്ന് ഓർത്ത് ഇനി വേണ്ട വേണ്ട വേണ്ട, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേട്ടാ, വെറുതെ കാലൊന്ന് മാറ്റി വെച്ചതാ. സത്യത്തിൽ കാല് ഉയർത്തി വെച്ചത് കൊതു കടിച്ചിട്ടാണെന്ന് പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ കാല് ഉയർത്തി വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, ഞാൻ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ഈ ട്രോൾസ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തപ്പം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതൊന്ന് ചെയ്യണം. റോൾ ഇപ്പൊ അജുവിന് കിട്ടിയിട്ടുള്ളത് കണ്ടുകൊണ്ടേൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ട്രോള് വന്നേക്കുന്നത്. അത് എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ ആൾക്കാർ അടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കമന്റ്സ് അഡ്മിൻ അയച്ചെന്ന്. അഡ്മിൻ അങ്ങനെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറില്ല, വേറൊന്നും കൊണ്ടല്ല. ഫേസ്ബുക്ക് പിന്നെയും ഇടയ്ക്ക് നോക്കും, കാര്യം അതിൽ എഴുതി വരുന്നത് കൊണ്ട്. മറ്റേത് നമുക്ക് വലിയ ലേണിംഗ് ഇല്ല. വസന്തമാണല്ലോ ബേസിക്കലി, അപ്പൊ പിന്നെ ഇത് കണക്ട് ആവുമല്ലോ. കമന്റ്സിൽ എന്റെ അഡ്മിൻ ഒരു ക്വാളിറ്റി ഉണ്ട്, എല്ലാ നെഗറ്റീവും എന്നെ എത്തിക്കും. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് 11-12 വർഷമായി. ഇവരുടെയൊക്കെ ഭയങ്കര ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നല്ലതൊന്നും എൻ്റെ പറയില്ല, കൂടുതൽ നേരം ക്രിറ്റിസിസം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിലെ ഈ റിവ്യൂവേഴ്സ് വന്നപ്പോൾ എനിക്ക് വലിയ പുതുമ തോന്നിയില്ല. അവരും കുറ്റം പറഞ്ഞു, ഇവരും കുറ്റം പറഞ്ഞു. എനിക്കിത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പണ്ട് തൊട്ട് എല്ലാവരും പറയണം, ഇവരും പറയുന്നുണ്ട്. കോളേജിൽ പഠിച്ചപ്പോഴും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ തന്നെയായിരുന്നു, വളരെ ബ്ലണ്ടായിട്ടുള്ള സത്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഈ കണ്ടുകൊണ്ടേനെന്ന് പറയുന്നത് എൻ്റെ അതർ സൈഡ് പറഞ്ഞ പവിത്രം പക്ഷേ എന്നൊക്കെ പറയുന്ന മഹാ ബ്യൂട്ടിഫുൾ റൊമാൻസ് ഉള്ള സിനിമകളായിട്ട് ഞാൻ കാണുന്നു. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലൈമാക്സ് അല്ലേ, അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സിനിമകളിൽ ത്രില്ലായിപ്പോയി. ഒരു 20-24 വർഷം മുന്നേ ഇറങ്ങി, 23 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ് കണ്ടുകൊണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 ആണെന്ന് തോന്നുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫോണിൽ ഈ ക്ലിപ്പ് സേവ്ഡാണ്. അന്ന് ഫോണില്ല, ഫോൺ വന്ന കാലം ഡൗൺലോഡ് ചെയ്യാവുന്ന കാലം തൊട്ട്. പണ്ടൊക്കെ നമുക്ക് ഇത് കാണണം, VCR കാണണം, പിന്നെ നമുക്ക് യൂട്യൂബ് വന്നപ്പോൾ അതിൽ കാണാൻ തുടങ്ങി. ഇപ്പം നമുക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൊരു ഫോണിലൊരു ക്ലിപ്പാണിത്. ബിക്കോസ് ഹൈറ്റ്സ് ഓഫ് റൊമാൻസ് ആണ് അതിൽ ബാല എന്ന് പറഞ്ഞ ക്യാരക്ടറായി മമ്മൂക്ക ജീവിച്ചേക്കുന്നത്. അപ്പോൾ അത് എന്നിൽ അത്രയും ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാൻ. അപ്പോൾ ഈ ടോപ്പിക്ക് വന്നപ്പോൾ നാച്ചുറലി കോമാളിത്തരങ്ങൾ കാണിച്ച് ചളിയാവുന്നു, ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് പതുക്കെ നേരത്തെ പറഞ്ഞ പോലെ സുരാജ് ചേട്ടൻ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം പുള്ളി നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കിക്കാണുന്ന ഞങ്ങളുടെ മലർവാടി തൊട്ടിന് ഗുരുക്കന്മാരായി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് സീരിയസ് വേഷങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ കോപ്പി അടിക്കാതെ വേറെ വഴിയില്ലല്ലോ, ആദ്യമൊക്കെ പഠിക്കാതെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചകളിൽ ഇതിനൊരു വാശിയോ എന്തോ വന്ന് ഇത് ഞാൻ ചെയ്യാമെന്ന് ചെയ്തതാണ്. ഇത് ഷൂട്ട് ചെയ്ത് വെച്ചത് അരുൺ ചന്തു ആണ്, സാനിംബികർ ഡയറക്ടർ. ഭഗത്തും ഉണ്ട് അവിടെ. കാരണം അവിടുത്തെ ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ടോപ്പിക് വന്നത്. ഇത് പക്ഷേ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വർഷമോ അതിന് മുമ്പിലത്തെ വർഷം എന്തോ ചെയ്തതാണ്. ഈ 14 വർഷം ഈ അടുത്ത് മനോരമയിൽ ഒരു ഫീച്ചർ വന്നപ്പം, നമ്മുടെ സുഹൃത്ത് ജെറിൻ ഫീച്ചർ ചെയ്തപ്പം ഈ ക്യാപ്ഷൻ ഇട്ടിട്ട് അവൻ അതിനെ അങ്ങനെ ആക്കി. ഇത് ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഡ്മിനോടൊന്ന് പറ കൊളാബ് ഇട്ടിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം പിന്നെയാണ് ഞാനിത് അറിയുന്നത്. അപ്പം ആദ്യം ഞാനൊന്ന് ഭയന്നു, ഇതിനെ റോങ് ആയിട്ട് റീഡ് ചെയ്യാം അല്ലേ. എനിക്കുറപ്പല്ല ഇത് മത്സരിച്ചാൽ ഒരിക്കലും എത്താൻ പറ്റാത്തൊരു ബാലികേറ മലയാന്ന് എനിക്കറിയാമല്ലോ, ഞാൻ അത്ര മണ്ടനല്ലല്ലോ. പക്ഷേ നമുക്കിരിക്കുന്ന എല്ലാം ബെസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാമല്ലോ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലോ, അതിന് അത്രേ ഉള്ളൂ. പക്ഷേ ഓഡിയൻസ് ഭാഗ്യത്തിന് അതിനെ റോങ് ആയിട്ട് എടുത്തില്ല. അവരതിൻ്റെ ഫൺ സൈഡേ കണ്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇനി സിനിമയിലൊക്കെ ശ്രമിച്ചുകൂടെ. പിന്നെ ഐശ്വര്യ ഇല്ലാത്തോണ്ടാ.